നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്ന് നിന്നേ. സംശയിക്കണ്ട, ഇപ്പൊ ഞാൻ തന്നെ കാണാൻ വേണ്ടി തന്നെയാ നിന്നത്. എന്താ കാര്യം? കാര്യം അല്പം സീരിയസാ. അത് കേൾക്കുമ്പോ താൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്കിലും സത്യം തന്നെ അറിയിക്കണമെന്ന് തോന്നി. അതാ. അധികം വളച്ചു കിട്ടാത്ത കാര്യം എന്താന്ന് പറയും. എനിക്ക് പോണം. തന്റെ ബ്രദറിന്റെ കാര്യ. അയാളുടെ കൂട്ടുകെട്ട് ഈ ഇടയായിട്ട് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥിതിയിലാണ്. മനസ്സിലായില്ല. താനെന്താ ഉദ്ദേശിക്കുന്നത്? അഖില, തന്നോട് ഞാനൊരു കാര്യം തുറന്നു പറയാം. വിനോദ് ഇപ്പോ ഡ്രഗ് മാഫിയയിലുള്ളവരുമായിട്ട് ആ ചങ്ങാത്തം. എനിക്ക് വ്യക്തമായ ചില സോഴ്സുകളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഇത് താൻ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഭാവിയിൽ അത് വിനോദിന് വലിയ അപകടമായിട്ട് വരും. എന്റെ ബ്രദർ വിനോദിന്റെ കാര്യമാണോ താൻ പറയുന്നത്? സോറി, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. എന്റെ ബ്രദർ അങ്ങനെ കുഴപ്പം പിടിച്ച ഗ്യാങ്ങിലൊന്നും ചെന്ന് ചേരില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതൊക്കെ അയാളെ കുറിച്ചുള്ള അതിര് കിടന്ന വിശ്വാസം കൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നു. വ്യക്തമായി കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. ഡ്രഗ് മാഫിയയിലുള്ള അഭിരാജ അയാളുടെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്. സംശയമുണ്ടെങ്കിൽ താൻ തന്നെ ചോദിച്ചു നോക്ക്. നിർത്ത്. ദേ, ഇനി എന്റെ ആങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടല്ലോ. തന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? വിനോദിനെ മോശക്കാരനാക്കി അതുവഴി എന്റെ മനസ്സിലേക്ക് പിന്നെയും കയറി കൂടാന്ന് വിചാരിച്ചു താൻ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ ആങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. അവൻ അങ്ങനെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെടില്ല. അല്ല, അവന്റെ കൂട്ടുകെട്ട് ചീത്തയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളേ? നീ ഒരു കൊള്ളന്റെ മോനല്ലേ? അച്ഛന്റെ ഗുണം മോനും കാണാതിരിക്കില്ലല്ലോ. ആദ്യം പോയി സ്വയം നന്നാവാൻ നോക്ക്. എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാനും കുറ്റപ്പെടുത്താനും നടക്ക്. ഒരു ഹരിചന്ദ്രൻ വന്നിരിക്കുന്നു. അതെന്തോ ആവട്ടെ. ആ പാവം ദേവുട്ടേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തന്നെ വേണോ നിന്റെ അനിയനും കൂട്ടുകാർക്കും കള്ളും കഞ്ചാവും മേടിക്കാനായിട്ട്? എന്താ മറുപടിയില്ലേ? പിന്നെ നല്ല രസമുണ്ട് ഇപ്പൊ എന്റെ മോനെ കാണാൻ. നീ കൊണ്ടുവന്ന പുതിയ ഉടുപ്പ് നിന്റെ അച്ഛന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് മോളെ. നീ എല്ലാ ദിവസവും വരുന്നുണ്ടെങ്കിലേ നിന്റെ അച്ഛൻ എന്നും ഇതുപോലെ സുന്ദരനായിട്ടിരുന്നോളും. മോള് പോകാൻ നോക്ക്. സമയം ഒരുപാടായി. നിന്നെ പറഞ്ഞുവിടാൻ ധൃതിയായിട്ടല്ല ഇവൻ പോകാൻ പറഞ്ഞ്. ഇന്ന് വിശേഷാൽ പൂജയുള്ളതല്ലേ. സന്ധ്യയാവുമ്പോ പൂക്കള് ഹാരവും വാങ്ങാൻ ഒരുപാട് പേര് വരില്ലേ കടയില്. അപ്പൊ നീ അവിടെ ഇല്ലാതിരുന്ന എങ്ങനെയാ? അതുകൊണ്ടാ ഇവൻ പോവാൻ പറഞ്ഞേ. ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. ആഹാരവും മരുന്നും ഒക്കെ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പോയിട്ടോ മോളെ. ഇനി നാളെ നിന്നെ കാണുന്നിടം വരെ നിന്റെ അച്ഛൻ ഇരിക്കപ്പുറത്തെ ഉണ്ടാവില്ല. നാളെ നീ നേരത്തെ വരാന്നോ? ശരി, പോയിട്ടോ മോളെ. പാവ എന്റെ കുട്ടി. ദേവി അവളെ കാത്തോണേ. നീ ഇറങ്ങുവാണോ?
ഉം. ആ